എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു 5 വെറൈറ്റി താമരകളെ നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ലോട്ടസ് കളക്ഷനിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു 5 വെറൈറ്റി താമരകൾ. തുടക്കക്കാർക്ക് ഒരു മടിയും കൂടാതെ വാങ്ങി വയ്ക്കാൻ പറ്റുന്ന വെറൈറ്റീസാണ് ഇവയെല്ലാം. കൂടാതെ നട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് പൂക്കൾ തരുന്ന വെറൈറ്റീസ് കൂടിയാണ്. ഒന്നാമത്തേത് അമേരിക്കമേലിയ. താമര നട്ടു തുടങ്ങുന്ന ഏതൊരാളും ആദ്യം തന്നെ വാങ്ങി വയ്ക്കേണ്ടുന്ന ഒരു വെറൈറ്റിയാണ് അമേരിക്കമേലിയ. നമ്മൾ നട്ട് കഴിഞ്ഞാൽ 10 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച 3 ആഴ്ചയ്ക്ക് ആകുമ്പോൾ തന്നെ അതിൽ നിറയെ ബഡ്ഡുകൾ വന്നു തുടങ്ങുന്ന ഒരു വെറൈറ്റിയാണ് കമേലിയ. നമുക്ക് ഇതിൻ്റെ റീപ്പോർട്ടിംഗ് ഒക്കെ ചെയ്താൽ ഒത്തിരി ട്യൂബേഴ്സൊക്കെ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരു ട്യൂബർ നമ്മൾ വെറുതെ വെള്ളത്തിലിട്ടാൽ പോലും റണ്ണർ ഓടാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മുട്ടുകളൊക്കെ വന്ന് തുടങ്ങുന്ന ഒരു വെറൈറ്റിയാണിത്. പലരും നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ്, താമരയുടെ മൊട്ട് വന്നു, പക്ഷേ നമ്മൾ ഫോട്ടോയിലൊന്നും കണ്ട പോലെ ഫ്ലവർ വിരിയുമ്പോൾ അത്ര വലുതായിരിക്കും തോന്നുന്നില്ല, വളരെ കുഞ്ഞു മൊട്ടാണ് കാണുന്നത്, ഇത് വിരിയാൻ എത്ര ദിവസം വേണം, നമ്മളിത് വിരിയാനാവുമ്പോൾ ഇത് വിരിയിച്ച് കൊടുക്കണം, അങ്ങനെ കുറേ സംശയങ്ങൾ നമ്മളോട് വന്നിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഏതൊരു മുട്ടും വിരിയാൻ വേണ്ടിയിട്ട് 17-18 ദിവസമൊക്കെ വേണം. ഇനിയിപ്പോൾ അമേരിക്കമേലിയുടേതാവട്ടെ വേറെ ഏതെങ്കിലും ഒരു വെറൈറ്റിയുടേതാവട്ടെ, ആദ്യം മുട്ട് നമ്മൾ വെള്ളത്തിൻ്റെ വെളിയിൽ നമുക്ക് മുകളിലായിട്ട് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കമേലിയുടെ മുട്ടാണെങ്കിൽ നമ്മുടെ ഒരു കടലയുടെ വലിപ്പം പോലും ഉണ്ടാവില്ല, അതിലും കുറച്ച് ചെറുതായിട്ടാണ് കാണുക. ചില വലിയ ലാർജ് വെറൈറ്റിയുടെ മുട്ടുകൾ കാണാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കടലയുടെ വലിപ്പമൊക്കെ ഉണ്ടാവും. ഈ കമേലിയുടെ ആദ്യത്തെ മുട്ട് വരിക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നട്ടിട്ട് ഒരു 3-4 ലീഫ് വരുമ്പോൾ തന്നെ സ്റ്റാൻഡിങ് ലീഫൊന്നും വരാതെ തന്നെ ഒരു മുട്ട് വരും. അങ്ങനെയാണ് കമേലിക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നട്ടിട്ട് ഇങ്ങനെ കുറേ നാൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ നട്ടു, അതിൻ്റെ വളർച്ചയൊന്ന് നോക്കുമ്പോഴത്തേക്ക് തന്നെ അതിൽ മുട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ പ്ലാന്റ് മെച്ചൂർഡായി വരുന്നതിനനുസരിച്ച് ഓരോ മുട്ടുകളായിട്ടും ഇലകളായിട്ടും സ്റ്റാൻഡിങ് ലീഫൊക്കെ വരുന്നതിനനുസരിച്ചിട്ട് ഇത് മുട്ട് കുറച്ച് ഹൈറ്റിൽ വരും, മുട്ടിൻ്റെ വലിപ്പം കൂടും. അതുപോലെ തന്നെ വിരിയുന്ന പൂക്കളുടെയും വലിപ്പം കൂടി ഈ ടബ് നിറയെ പൂക്കളുണ്ടാവുന്ന വെറൈറ്റിയാണിത്. കമേലിയുടെ പൂക്കൾ എന്ന് പറഞ്ഞാൽ ഒരു ബേബി പിങ്ക് കളറാണ്. നമ്മൾ കമേലിയ ഒരുപാട് പെറ്റൽസ് ഉള്ള ഒരു വെറൈറ്റി അല്ല, എന്നാലും അത്യാവശ്യം കുറച്ച് വെറൈറ്റി ഇതളുകളുള്ളൊരു വെറൈറ്റിയാണ്. അതിൻ്റെ മുട്ടുകളും വിരിയിച്ച് കൊടുക്കുന്നതാണ് നല്ലത്. കമേലിയനെ ഒറ്റയ്ക്ക് തന്നെ വിരിയാൻ വേണ്ടി അനുവദിച്ചു കഴിഞ്ഞാൽ അത് പ്യുവർ വൈറ്റായി മാറിയിട്ട് ഇതളുകൾ കൊഴിഞ്ഞു പോവുകയേ ചെയ്യുള്ളൂ. നമുക്കത് വിരിഞ്ഞൊരു ഇതിൽ നമുക്കതിനെ വൃത്തിക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊക്കെ ഒരുവിധം താമരകളെല്ലാം വിരിയിച്ച് കൊടുക്കാറാണ്. കാരണം വിരിയിച്ച് കൊടുക്കുന്നതാണ് കുറച്ച് വെറൈറ്റീസിനൊക്കെ നല്ലത്. കാരണം അതിൻ്റെ യഥാർത്ഥ കളറ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ വിരിയിച്ചതിന് ശേഷം അതിൻ്റെ കളർ കുറച്ച് കുറഞ്ഞിട്ട് വരും. പിന്നെ പെട്ടെന്ന് അത് കൊഴിഞ്ഞു പോയില്ല. നമ്മൾ വിരിയാൻ അനുവദിച്ച് കഴിഞ്ഞാൽ അത് കളറ് കുറഞ്ഞ് പെട്ടെന്ന് തന്നെ ഇതളുകൾ കൊഴിഞ്ഞു പോകും. ഇത് അമേരിക്കമേലിയുടെ ഒരു പ്ലാന്റാണ്. ഇതിൽ കണ്ട ഇത് ഈ മുട്ട് മഴ കാരണം കരിഞ്ഞുണങ്ങിപ്പോയതാണ്, ചീഞ്ഞിട്ടതാണ്. ഇതൊരു മുട്ടാണ്, ഇതൊരു മുട്ടാണ്. 2-3 ഇലകൾ വന്നപ്പോൾ തന്നെ ഇതിൽ മുട്ട് വരാൻ തുടങ്ങി. ഇതിലിപ്പം ആകെ 4 ഇലകളേ ഉള്ളൂ. 3 മുട്ട് കഴിഞ്ഞു. ഇതിപ്പം 4ാമത്തെ ബഡ് വന്നിരിക്കുന്നു. കണ്ട വളരെ ചെറിയൊരു മുട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ കടലയിലെ വരിപ്പൊന്നും കാണാൻ പറ്റില്ല, അത്രയൊന്നുമില്ല. സ്റ്റാൻഡിങ് ലീഫ് വരുമ്പോഴാണ് ഇത് വന്നത്. ഇതൊന്നും സ്റ്റാൻഡിങ് ലീഫ് വരാതെയാണ് ബഡ്ഡുകൾ വന്നത്. മെച്ചൂർഡാവുന്നതനുസരിച്ച് പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വരുന്നതിനനുസരിച്ചിട്ട് മുട്ടിൻ്റെ വലിപ്പവും ഫ്ലവറിൻ്റെ വലിപ്പമൊക്കെ കൂടി വരുന്നതായിരിക്കും. പിങ്ക് ക്ലൗഡ്. എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് പിങ്ക് ക്ലൗഡ്. ഞാനും ഈ അമേരിക്കമേലിയ, പിങ്ക് ക്ലൗഡ്, അങ്ങനെ ഇപ്പോൾ പറയാൻ പോകുന്ന താമരകളെല്ലാം കുറേ ടബുകളിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നിറയെ പൂക്കളുണ്ടാവും. നമുക്ക് മുറ്റത്ത് എപ്പോഴും ഒത്തിരി പൂക്കൾ കാണാൻ വേണ്ടി പറ്റും ഈ പറയുന്ന വെറൈറ്റീസൊക്കെ നട്ട് വെച്ച് കഴിഞ്ഞാൽ. റീപ്പോർട്ടിങ്ങും പെട്ടെന്ന് വേണ്ടി വരില്ല. സ്റ്റാൻഡിങ് ലീഫ് വരുമ്പോഴോ സ്റ്റാൻഡിങ് ലീഫ് വരാതെ തന്നെ മുട്ടുകളൊക്കെ വന്ന് പൂക്കളൊക്കെ നിറയെ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് പിങ്ക് ക്ലൗഡ്. ഇത് തീർച്ചയായിട്ടും നമ്മളൊരു വിരിയിച്ച് കൊടുക്കേണ്ട ഒരു വെറൈറ്റി തന്നെയാണ്. ഇതിൻ്റെ എപ്പോഴാണ് വിരിയിച്ച് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ ഈ മുട്ട് വലിപ്പം വെച്ചതിന് ശേഷം ഇതിൻ്റെ നടുഭാഗം ജസ്റ്റ് ഒരു ഓപ്പണായിട്ട് വരുന്ന ഒരു അവസ്ഥ കാണുമ്പോൾ നമ്മളതിൻ്റെ പുറത്തെ പെറ്റൽസ് ഓരോന്നായിട്ട് താഴ്ത്തി വിരിയിച്ച് കൊടുക്കുക. അങ്ങനെയാണ് നമ്മളിത് വിരിയിച്ച് കൊടുക്കേണ്ടത്.
ഇനി വിരിയിച്ചു കൊടുക്കാൻ അറിയില്ല എന്നുള്ളവർക്ക് നമ്മൾ കമേലിയ, പിങ്ക് ക്ലൗഡ്, വാട്സാൻ അങ്ങനെ കുറേ താമരകൾ, അഖിലയൊക്കെ നമ്മൾ വിരിയിച്ചു കൊടുക്കുന്നതിന് ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ മുൻപേ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ വേണ്ടുന്നവർക്ക് പോയി നോക്കാവുന്നതാണ്. പിങ്ക് ക്ലൗഡ് നമുക്ക് അത്യാവശ്യം ഒത്തിരി ട്യൂബേഴ്സ് തരുന്ന വെറൈറ്റിയാണ്. പക്ഷേ ട്രോപ്പിക്കൽ വെറൈറ്റി ആയത് കാരണം നമ്മൾ പെട്ടെന്നൊന്നും റിപ്പോർട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ട്യൂബേഴ്സ് കാണില്ല. നാരമുള്ള റണ്ണേഴ്സ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഗ്രീൻ ആപ്പിൾ ഒത്തിരി പേര് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഗ്രീൻ ആപ്പിൾ. പക്ഷേ എല്ലാവർക്കൊന്നും അത് വാങ്ങി വയ്ക്കാൻ പറ്റാറില്ലെന്ന് തോന്നുന്നു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കൂടുതലും റണ്ണേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പലർക്കും റണ്ണേഴ്സ് പിടിപ്പിക്കാൻ അറിയില്ല. പിന്നെ റണ്ണേഴ്സ് ഗ്രീൻ ആപ്പിളിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള റണ്ണേഴ്സാണ്. അത് നമ്മൾ നട്ട് വെച്ചാൽ ചിലപ്പോൾ പിടിച്ച് കിട്ടാതെയും പോവും. 2-3 തവണയൊക്കെ റണ്ണേഴ്സ് വാങ്ങി വെച്ചതിന് ശേഷമാണ് ചിലപ്പോൾ പിടിച്ച് കിട്ടുന്നത്. ഈ ഒരു വെറൈറ്റി നമ്മൾ വാങ്ങി വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നൊക്കെ പറയാം. കാരണം 1 വർഷമായാലും 2 വർഷമായാലും ചിലപ്പോൾ റീപോർട്ടിങ്ങേ വേണ്ടി വരില്ല. കാരണം അതിൽ ട്യൂബേഴ്സൊന്നും ഫോം ആവില്ല. ഇപ്പം 1 വർഷമൊക്കെ ആയ ഗ്രീൻ ആപ്പിൾ ആണെങ്കിൽ നമ്മൾ ഇപ്പം മഴയൊക്കെ തുടങ്ങിയില്ലേ, ഈ സമയത്ത് ഇനി ട്യൂബർ കിട്ടാൻ ഇച്ചിരി പാടാണ്. അതിൽ ആവില്ല. വീണ്ടും അതിൽ പുതിയ ഇലകളൊക്കെ വന്ന് വീണ്ടും മുട്ടിടാൻ തുടങ്ങും. അപ്പോൾ ഈ സമയത്തൊന്നും നമുക്ക് തീരെ ഗ്രീൻ ആപ്പിളിൽ നിന്ന് ട്യൂബേഴ്സ് കിട്ടില്ല. സ്റ്റാൻഡിങ് ലീഫ് വരാൻ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ബഡ്ഡുകൾ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ മുട്ടും പൂവും കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിതിൽ നിന്ന് കിട്ടും. വർഷം മുഴുവൻ ഇരുന്ന് പൂക്കളൊക്കെ തന്ന് പൂ ഇനി ഇല്ലയെന്ന് കരുതി നമ്മൾ ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ റണ്ണർ പോലും തരാതെ ഗ്രീൻ ആപ്പിൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി പോകും. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ്. എനിക്ക് അങ്ങനെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. പിന്നെ ഞാൻ വീണ്ടും വാങ്ങി നടുക ഉണ്ടായത്. അഖില നമ്മൾ നട്ടുവെച്ച സ്റ്റാൻഡിങ് ലീഫ് വരുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ബഡ് വന്ന് നിറയെ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് അഖില. അഖിലയുടെ പൂവിനേക്കാൾ ഭംഗി കൂടുതൽ അതിൻ്റെ മുട്ടിനാണെന്ന് തന്നെ പറയാം. കാരണം നല്ല കൂർത്ത ഒരു മുട്ടാണ് അതിൻ്റെ അറ്റത്ത് പിങ്ക് ഷെയ്ഡൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് മുട്ടുകൾക്ക്. നല്ല ഹൈറ്റിൽ പോയിട്ടാണ് ഇതിൻ്റെ പൂക്കളൊക്കെ ഉണ്ടാവുന്നത്. ഗ്രീൻ ആപ്പിളിൻ്റേതും അങ്ങനെ തന്നെയാണ്. നല്ല ഹൈറ്റിൽ പോയിട്ടാണ് പൂക്കൾ ഉണ്ടാവുന്നത്. നമ്മളെക്കാൾ ഹൈറ്റിൽ ഇത് പോവും. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മുടെ 2 കൈക്കൊമ്പിളിൻ്റെയും പിടിച്ചാൽ അത്രയും വലുപ്പത്തിലുണ്ടാകുന്ന പൂക്കളാണ് അഖിലയ്ക്കൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ അഖിലയുടെ പൂവ് നമ്മൾ വിരിയിച്ച് കൊടുക്കുന്നതാണ് കാണാൻ കുറച്ചുകൂടി ഭംഗിയുള്ളത്. ഒറ്റയ്ക്ക് വിരിയാൻ വേണ്ടി അനുവദിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ തുറന്ന പോലെ ആയിട്ടുണ്ടാവും. നമ്മൾ വിരിയിച്ച് കൊടുത്തതിന് പ്രത്യേക ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിനും പെട്ടെന്ന് അങ്ങനെ ട്യൂബേഴ്സ് ആവില്ല. നമ്മൾ കുറച്ച് കാലം വെയിറ്റ് ചെയ്താൽ മാത്രമേ ഇതിനും ട്യൂബേഴ്സ് കിട്ടാറുള്ളൂ. ബുച്ച ചുവന്ന താമര വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വിശ്വസിച്ച് വാങ്ങി നടാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ബുച്ച. നിർത്താതെ പൂക്കൾ തരും. ഓരോ സ്റ്റാൻഡിങ് ലീഫ് വരുമ്പോഴും അതിൻ്റെ കൂടെ ബഡ്ഡുകൾ വന്നുകൊണ്ടിരിക്കും. തനിയെ വിരിയുന്ന ബുച്ചയുടെ ഫ്ലവറാണ് നമുക്ക് കാണാൻ പ്രത്യേക ഭംഗിയുള്ളത്. നമ്മളത് വിരിയിപ്പിച്ചാൽ അത്രത്തോളം ഭംഗിയില്ല. ഈ പറയുന്ന നമ്മൾ പറഞ്ഞ ലോട്ടസൊക്കെ നമ്മൾ പെട്ടെന്നൊന്നും റിപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത്. പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്താൽ ഇവരെല്ലാം നമുക്ക് റണ്ണേഴ്സ് മാത്രമേ നൽകുള്ളൂ. ട്യൂബേഴ്സൊന്നും അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല. ഒരുവിധം പൂക്കളൊക്കെ തീർന്ന് മാസങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇത് ഇനി മുട്ടുകളൊന്നും വരുന്നില്ല എന്നങ്ങനെയൊക്കെ കാണുമ്പോൾ മാത്രമേ നമ്മളിതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ കുറച്ച് വെറൈറ്റീസിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പം മഴക്കാലമാണ്. അപ്പോൾ മഴക്കാലമാകുമ്പം പൂക്കളൊക്കെ ഒടിഞ്ഞു കുത്തി വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞ താമരകളായാലും അല്ലാതെ കുറച്ച് പൊക്കത്തിൽ പോകുന്ന താമരകളൊക്കെ പൂക്കൾ ഒടിഞ്ഞു കുത്തി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കമ്പ് എന്തെങ്കിലും വെച്ച് നമ്മൾ പൂവിൻ്റെ തണ്ടോട് കൂടിയിട്ട് നമ്മൾ കെട്ടി വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. കാറ്റും അങ്ങനെയൊക്കെ വരുമ്പോൾ ഒടിഞ്ഞു കുത്തി വീഴില്ല. ഇന്ന് നമ്മൾ ഒരു 5 നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി, അതായത് തുടക്കക്കാർക്കും ആർക്കും വാങ്ങി വയ്ക്കാൻ പറ്റുന്ന 1 മാസത്തിനുള്ളിൽ പൂക്കൾ തരുന്ന നല്ലൊരു 5 വെറൈറ്റി താമരകൾ പരിചയപ്പെട്ടു. ഇവർ മാത്രമല്ല കേട്ടോ. കർണ, വൈറ്റ് പിയോണി, നമോതം, വാട്സാന, ലക്ഷ്മി, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് ഒത്തിരി പൂക്കൾ തരുന്ന നല്ല വെറൈറ്റീസ്.
പിന്നെ പുതിയ പുതിയ വെറൈറ്റീസൊക്കെ ഇപ്പം കുറേ വന്നിട്ടുണ്ട്. അതും ഒത്തിരി പൂക്കൾ തരുന്ന നല്ല നമ്മുടെ കളക്ഷനിലൊക്കെ ഉൾപ്പെടുത്തേണ്ട നല്ല വെറൈറ്റീസാണ്. അപ്പം നമുക്ക് ഓരോ വീഡിയോയിലൊക്കെ ആയിട്ട് നമുക്ക് പുതിയ പുതിയ താമരകളൊക്കെ അപ്പോൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഓക്കെ, ബായ്.